ഹായ് മക്കളെ, നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ചില സമയങ്ങളിലൊക്കെ. മിസ്സേ, പ്രൊഫൈൽ എങ്ങനെയാണ് എഴുതുക, പ്രൊഫൈൽ എങ്ങനെ എഴുതും മിസ്സേ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ടെൻഷനാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി മക്കളെ, അതിനനുസരിച്ച് പോയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് അത് എഴുതാം എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആരെയാണോ നിങ്ങൾക്ക് ഹിൻസിൽ തന്നിട്ടുള്ളത്, ഹിൻസ് എന്ന് പറയുന്നത് ഒരുപാട് സൂചനകൾ തരും അല്ലെ. ഇന്നയാള് ഇത്ര വർഷത്താണ് ജനിച്ചിട്ടുള്ളത്, ഇന്ന വർഷമാണ്, ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ തരും. അപ്പൊ അവിടെ ആരെ പേരാണോ ഉള്ളത് ആ പേരാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ആരെ പേരാണോ അയാളുടെ പേര് നമ്മൾ എഴുതുന്നു. യെസ്. അടുത്തത് അയാൾ ജനിച്ച വർഷം എത്രയാണോ, ഇപ്പൊ 1800 ആണെങ്കിൽ 1800 എന്ന് എഴുതുക. അവിടെ ഉണ്ടാകും, അത് തന്നെ എഴുതുന്നു. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനം തമേ വർഷേ. ഓക്കെ, ഇനി അടുത്തത് ഏതാണോ മന്ത്, ഏതാണോ മാസം എന്ന് എഴുതുന്നു. മാസസ്യ. ഇനി ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ന ഡേറ്റിലാണ്, 12-ാം തീയതിയാണ് അല്ലെങ്കിൽ 13-ലാണ് ഇന്ന ഡേറ്റ്. ഇപ്പൊ 12 ആണെങ്കിൽ 12 തമേ ധിനെ. മനസ്സിലായല്ലോ? തമേ ധിനെ എന്ന് പറയാം. ധിനെ എന്ന് പറയുന്നത് ദിവസം എന്നുള്ള അർത്ഥമാണ്. അവിടെ എന്താണോ നിങ്ങൾക്ക് ആ ലൈനിൽ തന്നിട്ടുള്ളത് അത് അതുപോലെ എഴുതുക. ഇനിയിപ്പോൾ ഡേറ്റ് മാത്രമാണ്, ദിവസം തന്നിട്ടില്ലെങ്കിൽ തമേ ധിനാങ്കേ എന്നും പറയാം കേട്ടോ. ഇനി പ്ലേസിൽ, ആ പ്ലേസിന്റെ സ്ഥാനത്ത് പ്ലേസ് എഴുതി കൊടുക്കുന്നു. പിന്നെ ദേശേ ജനി മലഭത, ജനിച്ചു എന്ന് പറയുന്നു. ആ ഒരു ദേശത്ത് ജനിക്കുന്നു. ഓക്കെ, അടുത്ത തസ്യ പൂർണ്ണനാമ, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എന്താണോ അത് മുഴുവനായും നമ്മൾ എഴുതി കൊടുക്കുന്നു. പിന്നെ അടുത്തതായി എഴുതേണ്ടത് തസ്യ മാതാ, അവരുടെ മാതാവ് ആരാണ്, മാതാവിന്റെ പേര് എഴുതുന്നു. പിന്നെ നമ്മൾ എഴുതുന്നു പിതാവിന്റെ പേര് എഴുതാനാണ് പോകുന്നത്. അപ്പൊ പിതാവിന്റെ പേര് എഴുതുന്നു. ച ആസ്താം എന്നാണ് എഴുതേണ്ടത്. ച അവരായിരുന്നു കേട്ടോ. അപ്പൊ ച ആസ്താം എന്നാണ് എഴുതുന്നത്. പിന്നെ അടുത്തതായിട്ട് എഴുതുന്നു സഹ. ഇവിടെ സഹ എന്നതിന് പകരം തസ്യ എന്ന് വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, തസ്യ എന്ന് എഴുതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. സഹ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ അല്ലെ, അവർക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് എഴുതാം. ഓക്കെ, പുരസ്കാരങ്ങൾ എഴുതിയ ശേഷം പുരസ്കാരേണ പുരസ്കൃത ഭവന്തി എന്ന് കൊടുക്കണം കേട്ടോ. പുരസ്കാരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നിരവധിയാർന്ന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം നമുക്ക്. പിന്നെ പറയാണ് തസ്യ പ്രശസ്ത കൃതയ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതുകയാണ് മക്കളെ, ആ കൃതികളുടെ പേരുകൾ മുഴുവൻ എഴുതണം. അതിനുശേഷം ഭവന്തി അല്ലെങ്കിൽ ആസീതുന്നു, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ആ പേര് എഴുതുന്നു, ആരാണോ അയാളുടെ പേര്. എന്നിട്ട് ഡെഡ് ഇയർ അല്ലെ, ഡെഡ് ഇയർ എന്ന് പറഞ്ഞാൽ മരിച്ച വർഷം, അതുപോലെ മാസം നേരത്തെ എഴുതിയ അതേപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇന്ന വർഷം, മാസസ്യ തമേധിനെ, എന്നിട്ട് മരിച്ച ആ ഒരു പ്ലേസ് ഏതാണോ അതും കൂടി എഴുതി ദിവംഗത എന്ന് കൊടുക്കുന്നു. ദിവംഗത എന്ന് പറയുന്നത് എന്താണ്, മരിക്കുക. ഇനി നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ദിവംഗത എന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൃത്യുഹു അഭവതുന്നോ മൃത്യുഹു ഭവേതുന്നോ എഴുതാം. മൃത്യു എന്ന് എഴുതിയാലും മതി. മൃത്യുഹു ഭവേത്, മരിച്ചിരുന്നു. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. നിങ്ങൾക്കൊരു എക്സാമ്പിൾസിന് വേണ്ടിയിട്ട്, എക്സാമ്പിളിനായിട്ട് മിസ് ഒരു ജഗദീഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രൊഫൈലൂടെ കൊടുത്തിട്ടുണ്ട്. ജഗദീഷ് ചന്ദ്രബോസ് നവംബർ ഇന്ന കണ്ടോ വർഷേ മിമൻസിംഗ് പ്രതീക്ഷേ എന്താണ് നിമലഭത എന്നാണ് കൊടുത്തത്. അവരുടെ ജനിമലഭത, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതുപോലെ കൊടുക്കാൻ. ജനിമലഭത ജനിച്ചിട്ടുണ്ട്. തസ്യപിത ഇന്നയാളാണ് അത് അല്ലേ. തസ്യപിത അദ്ദേഹത്തിന്റെ അച്ഛൻ. അമ്മയുടെ പേരുണ്ട് ഇവിടെ പ്രസന്നകുമാരി എന്നാണ്. ച ഭവതി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ച ആസ്താം, നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ പ്രൊഫൈൽ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പാറ്റേൺ മക്കൾ എന്ത് ചെയ്യുക, മക്കളെ മറക്കാതിരിക്കുക. ഈ ഒരു പാറ്റേൺ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈലിലുള്ള ആ മാർക്ക് മുഴുവനും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. യെസ്.